നമസ്കാരം, ഇത് IBN മലയാളം. 48 നേതാക്കൾക്കെതിരെ ഹണി ട്രാപ്പ് നീക്കം നടന്നിട്ടും പരാതിപ്പെടാതെ മന്ത്രിയും മകനും. തങ്ങൾക്കെതിരെ നടന്ന ഹണി ട്രാപ്പ് ശ്രമങ്ങളെക്കുറിച്ച് ഇനിയും പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറാകാതെ കർണാടക സഹകരണ മന്ത്രി NK രാജണ്ണയും മകനും MLCയുമായ രാജേന്ദ്ര രാജണ്ണയും. രാജേന്ദ്ര കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിൽ കണ്ടും ഇക്കാര്യം ധരിപ്പിച്ചിരുന്നു. തുടർന്ന് DGPക്ക് പരാതി നൽകാൻ സിദ്ധരാമയ്യ ഉപദേശിച്ചതുമാണ്. നിയമസഭയിൽ ഒച്ചപ്പാടായ ഹണി ട്രാപ്പ് വിഷയം മുഖ്യമന്ത്രിയും AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും തമ്മിലും ചർച്ച ചെയ്തിരുന്നു. അതേസമയം സാമ്പത്തിക വർഷാവസാനമായതിനാൽ ജോലി തിരക്കാണെന്നാണ് പരാതി നൽകാൻ വൈകുന്നതിന് മന്ത്രി നൽകുന്ന വിശദീകരണം. കോലാറിലുള്ള താൻ തിരിച്ചെത്തിയാലുടൻ പോലീസിൽ പരാതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിദ്ധരാമയ്യയിൽ നിന്ന് മുഖ്യമന്ത്രി കസേര പിടിച്ചെടുക്കാനുള്ള ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ നീക്കത്തിന്റെ ഭാഗമാണ് ആരോപണങ്ങളെന്നാണ് BJPയുടെ നിലപാട്. താൻ മാത്രമല്ല, കക്ഷിഭേദമന്യേ 48 നേതാക്കൾക്കെതിരെയും ഹണി ട്രാപ്പ് നീക്കങ്ങൾ നടന്നതായി മന്ത്രി രാജണ്ണ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ആരോപിച്ചതാണ് വലിയ വാഗ്വാദങ്ങൾക്കും ബഹളത്തിനും കളമൊരുക്കിയത്. തുടർന്ന് 18 BJP MLAമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനെതിരെ ബെളഗാവിയിൽ നടത്തിയ പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രിയുടെ പോസ്റ്ററുകൾ നശിപ്പിച്ചതിന് BJP പ്രവർത്തകരെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അതിനിടെ മന്ത്രിയും നേതാക്കളുമായി ബന്ധപ്പെട്ട ഹണി ട്രാപ്പ് ആരോപണങ്ങൾ CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജാർഖണ്ഡ് സ്വദേശി ബിനയ് കുമാർ സിംഗ് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. മന്ത്രി തന്നെ ഇക്കാര്യം സഭയെ അറിയിച്ചതിനാൽ അടിയന്തര പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ചിനെ ഹർജിക്കാരൻ ധരിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.